നിങ്ങളുടെ വില എന്താണെന്ന് അറിയാത്തവരാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പോലും അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. ഈ അവസ്ഥയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമെന്നൊന്നില്ല. ദിവസേന നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ചിലർ പറയാറില്ലേ, എൻ്റെ ഇന്നത്തെ ദിവസം പോയി കിട്ടിയെന്നൊക്കെ. എന്നാൽ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയാം. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അകന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, അതിനർത്ഥം അവർ നിങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവരെ സന്തോഷത്തോടെ പോകാൻ അനുവദിക്കുക എന്നത് മാത്രമാണ്. എന്തെന്നാൽ അവർ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദുഃഖവും വേദനയും മാത്രമാണ്. അത്തരം നെഗറ്റീവ് എനർജി തരുന്ന ഒരാൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയുള്ളവരെ അവർ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് പോകാൻ അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സായി ജീവിക്കാൻ സാധിക്കും. പാട്ട് കേൾക്കുക, കുക്കിംഗ് ചെയ്യുക, ചെടികൾ നട്ടു വളർത്തുക, അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കുക. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ വിട്ടുപോയ ആളെക്കുറിച്ചായിരിക്കരുത്. നിങ്ങൾ സന്തോഷമായിരിക്കണം, സന്തോഷമായി ജീവിക്കണം. ഒരു വ്യക്തി മൂലം നശിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സ്. ഏതൊരു വസ്തുവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ നിങ്ങളുടെ ഈ ബന്ധവും എക്സ്പയറി ആയി എന്ന് വിചാരിക്കുക. അതിനുശേഷവും ഇത് തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക്കായി മാറും. നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾ സൈലൻ്റായി അകന്നു പോകുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ഒരാളെ അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന്, മൊബൈലിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായി തോന്നിയേക്കാം. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ നോർമലാകും. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടും. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും. സ്വയം സ്നേഹിക്കാൻ തുടങ്ങും. കാരണം മറ്റെല്ലാം നമുക്ക് പുറത്തുള്ളവരാണ്. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും നമുക്ക് പുറത്താണ്. നമുക്കുള്ളിലായി നാം മാത്രമാണുള്ളത്. അതുകൊണ്ട് ആദ്യം നാം സ്വയം സ്നേഹിക്കുക, സ്വയം സന്തോഷിക്കുക. ടോക്സിക്കായ ഒന്നും തന്നെ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, എന്നിട്ടും നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നു. എന്തുകൊണ്ടാണെന്നോ? സമാധാനം ലഭിക്കാൻ. നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടി കിടക്കുന്ന, നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അദൃശ്യനായ ഒരാളെ ഏൽപ്പിച്ച് നാം സ്വതന്ത്രമായ മനസ്സോടുകൂടി പുറത്തേക്കിറങ്ങുന്നു. എന്നിട്ട് ആശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയും, ഇപ്പോൾ എന്തൊരു സമാധാനം തോന്നുന്നു എന്ന്. മനസ്സ് തന്നെയാണ് നമ്മുടെ അമ്പലവും പള്ളിയുമെല്ലാം. ആ മനസ്സിനെ കറ പിടിപ്പിക്കുന്നവർ ആരായിരുന്നാലും അവരെ അകറ്റി നിർത്തുക, അവരെ ബഹുമാനിക്കുക, അവരെ അവരുടെ ജീവിതത്തിലേക്ക്, അവർ പോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് സന്തോഷത്തോടെ യാത്രയാക്കുക. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ അവരെ വെറുക്കരുത്. അവരെ ഒരു വ്യക്തിയായി മാത്രം കാണുക. സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളുമുള്ള, അത് നടപ്പിലാക്കിയ ഒരു വ്യക്തിയായി മാത്രം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. താങ്ക് യു.